ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെമിഷ് സ്റ്റോറീസ്. സോ അപ്പം നമുക്കിന്നൊരു അഡ്വൻറ്റ് കലണ്ടർ വാങ്ങിക്കാൻ പോയാലോ? എന്തായാലും ക്രിസ്മസ് വരുമല്ലേ. കഴിഞ്ഞ വർഷമാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അഡ്വൻറ്റ് കലണ്ടർ കിട്ടിയത്. അത് എൻ്റെ ഒരു ലവ്ഡ് വണ്ണിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അത് ചോക്ലേറ്റിന് അഡ്വൻറ്റ് കലണ്ടർ ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. സോ ലെറ്റ്സ് ഗോ. ഇതെല്ലാം പല ടൈപ്പും ആയിട്ടുള്ള അഡ്വൻറ്റ് കലണ്ടറാണ്. ഇത് മേക്കപ്പിൻ്റെ, ഇത് നട്ട്സിൻ്റെ, അങ്ങനെ. ഇതിന് ഏതെടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് മെൻസിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അങ്ങനെ ഏതെടുക്കണം? ഞാൻ ഒരു പീൽ ഓഫ് മാസ്ക് മേടിച്ചു. ഇതിന്നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പീൽ ഓഫ് മാസ്ക്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും എടുത്തു. ഇനിയിപ്പം നമുക്ക് ഏത് അഡ്വൻറ്റ് കലണ്ടർ എടുക്കണമെന്ന് നോക്കാം. ഞാനിവിടെ നെക്സ്റ്റ് കടയിൽ വന്നേക്കുക. പക്ഷേ ഇവിടെ ചുമ്മാ കയറിയതേ ഉള്ളൂ. ഇവിടെ മറ്റേ ക്രിസ്മസ് റീത്തുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ കയറിയത്. പക്ഷേ ഞാൻ ഇവിടെ അത് കണ്ടില്ല. ഇവിടെ നല്ല അടിപൊളി ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാൻഡിൽ മേടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെയാണെന്ന്, നോക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ട്രെയിൻ കയറി. സോ നമ്മൾ എന്താ പറയുക, അഡ്വൻറ്റ് കലണ്ടർ വാങ്ങിച്ചു, ഒരു ക്യാൻഡിലും വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പം ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം, അല്ല പോകുന്ന വഴിക്ക് ഞാൻ പറയാം. കാരണം എനിക്കിത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ആക്ച്വലി വന്നപ്പോൾ തന്നെ എനിക്ക് അഡ്വൻറ്റ് കലണ്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതിയൊരു കാര്യമായിട്ട് തോന്നി. ഭയങ്കര എന്തൊരു അടിപൊളി സംഭവമായിട്ട് തോന്നി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് അഡ്വൻറ്റ് കലണ്ടർ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്. അതെനിക്ക് ചോക്ലേറ്റിൻ്റെ ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നമ്മളിവിടെ ഡിംഗോൾഫിങ്ങിൽ വന്നിറങ്ങി. ഇനിയിപ്പം എന്താ, ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്. ഇതുണ്ടോ ഒടുക്കത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. ഞാൻ പറയണമെല്ലാം കേൾക്കാമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം അതുപോലെ കാറ്റാണ് ഇവിടെ. ഇന്നിവിടെ എന്തോ പതിവില്ലാതെ കുറച്ച് വെട്ടമുണ്ട്. സോ ഞാനിങ്ങനെ മെക്ഡൊണാൾഡ്സിലേക്ക് നടക്കുവാണ്. കാരണം ഇപ്പം മെക്ഡൊണാൾഡ്സിൽ വെച്ച് ഓഫറും കാര്യങ്ങൾ നടപ്പുണ്ട്. മൊനോപ്പൊളി എന്ന് പറഞ്ഞിട്ട് സംഭവം നടപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടെ മെക്ഡൊണാൾഡ്സിൽ കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ബർഗറും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിലൊരു കോഡ് കിട്ടി. അത് ആപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടും, ചിലപ്പോൾ കിട്ടൂല, അങ്ങനത്തെ സംഭവം. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടൊരു ബർഗറും ഒരു ക്യാപ്പച്ചീനോയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, കൂപ്പൺ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. സോ അത് ഞാൻ ഇപ്പോഴേ ഓർത്തേ. അപ്പം അത് മേടിക്കാൻ പോവാം. നല്ല മഴക്കാറുണ്ട്, പക്ഷേ അടിപൊളി കാറ്റും ഉണ്ട്. അങ്ങനെ അങ്ങനെ നമ്മുടെ ഫ്രീ കാപ്പച്ചീനോയും ഫ്രീ ബർഗറും കിട്ടിയിരിക്കുന്നു. ഇതിനകത്ത് കയറിയപ്പോൾ എന്തൊരു സുഖം, നല്ലൊരു ചൂടും നല്ലൊരു സുഖം. വെളിയിൽ ഭയങ്കര തണുത്ത കാറ്റായിരുന്നല്ലോ, അതിനകത്ത് പെട്ടെന്ന് കയറിയപ്പോൾ നല്ലൊരു സുഖം. ഞാൻ എൻ്റെ കാപ്പി കുടിക്കട്ടെ.
അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ തിരിച്ച് വന്നു. സോ ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഒരു 10 മിനിറ്റിലെനിക്കൊരു ബസ്സുണ്ട്, അപ്പം അതിന് പോകാമെന്ന് വിചാരിച്ചിരിക്കണേ. സോ അഡ്വെൻറ്റ് കലണ്ടർ ആക്ച്വലി ജർമ്മൻ ഒറിജിനാണ്. പണ്ട് 19th സെഞ്ച്വറിയുടെ ഏർലി 19th സെഞ്ച്വറീസിൽ ഈ ജർമ്മൻ പ്രൊട്ടസ്റ്റൻസ് ഡേയ്സ് മാർക്ക് ചെയ്യുമായിരുന്നു. ചോക്ക് വെച്ചിട്ട് ബോർഡയിലോ അല്ലെങ്കിൽ കഥകയിലോ അല്ലെങ്കിൽ ടോറയിൽ എഴുതി മാർക്ക് ചെയ്യുമായിരുന്നു അവർ ആക്ച്വലി അതൊരു കൗണ്ട് ഡൗൺ ടു ക്രിസ്മസ് അങ്ങനെയാണ്. ഇനി ക്രിസ്മസ് ആണ് എത്ര ദിവസം, നമ്മളങ്ങനെ എന്താ പറയുക, നമുക്കിപ്പം ഒരു വെക്കേഷനൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യത്തില്ലേ, ഇനി ഇത്ര ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യത്തില്ലേ. ആക്ച്വലി അതുപോലെ ജർമ്മൻ പ്രൊട്ടസ്റ്റൻസ് അവർ ചോക്ക് വെച്ചിട്ട് ഡോറയിൽ എഴുതുമായിരുന്നു, ഇങ്ങനെ ഇന്ന ഡേയ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി ഇത്ര ഡേയ്സും കൂടി ഉണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ആണ് ആക്ച്വലി അഡ്വെൻറ്റ് കലണ്ടറിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരതൊരു കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയൊരു സംഭവമാണ് ഇങ്ങനെ ഒരു ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു കാർഡ് പോലെ. എന്നിട്ട് ഓരോ ദിവസം അത് തുറക്കുമ്പോഴത്തേക്ക് ഓരോ പിക്ചേഴ്സാണ് കാണുന്നത്. കൂടുതലും ക്രിസ്മസിനെ ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ വിൻ്ററിനെ ബന്ധപ്പെട്ട അങ്ങനെയായിരിക്കും. സോ മേ ബി ഒരു സ്നോയി ട്രീ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി ഒരു ക്രിസ്മസ് ട്രീയിൽ നമ്മൾ തൂക്കുന്ന ബോൾസ്, അങ്ങനെ എന്തിൻ്റെയിലുമൊക്കെ ഒരു പിക്ചറായിരിക്കും അത്. അങ്ങനെയാണ് പിന്നെ ആ ഒരു ചോക്കിന്നുള്ളൊരു ചോക്ക് വെച്ച് എഴുതുന്ന ആ ഒരു രീതിയിൽ നിന്ന് അതൊരു പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വെൻറ്റ് കലണ്ടറായിട്ട് മാറി. ആദ്യത്തെ ദിവസം നമ്മൾ തുറക്കുന്നു ഇന്ന ഒരു ഇത് കാണുന്നു, രണ്ടാമത്തെ ദിവസം തുറക്കുന്നു വേറൊരു പിക്ചർ കാണുന്നു, അങ്ങനെയായി മാറി. അത് കഴിഞ്ഞിട്ട് 20th സെഞ്ച്വറിയിലാണ് മോഡേൺ ആയിട്ടുള്ള അഡ്വെൻറ്റ് കലണ്ടേഴ്സ് ഇറങ്ങി തുടങ്ങിയത്. അപ്പം ഇപ്പം നമുക്ക് കണ്ടാലറിയാം ഇഷ്ടംപടി പല ടൈപ്പ് അഡ്വെൻറ്റ് കലണ്ടേഴ്സ് ഉണ്ട്. മേക്കപ്പിൻ്റെ ഉണ്ട്, സ്കിൻ കെയറിൻ്റെ ഉണ്ട്, നട്ട്സിൻ്റെ ഉണ്ട്, പ്രിങ്കിൾസ് ഇല്ലേ, നമ്മുടെ പ്രിങ്കിൾസിൻ്റെ വരെ അഡ്വെൻറ്റ് കലണ്ടർ ഉണ്ട്. പല ഫ്ലേവേഴ്സ് ഓരോ പ്രാവശ്യം കിട്ടുന്നു അങ്ങനെ. സോ എൻ്റെ ബസ് വരുന്നുണ്ട്, ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് കേൾക്കാം. ടാ, അങ്ങനെ ഇന്ന് മേടിച്ചുകൊണ്ട് വന്ന എൻ്റെ അഡ്വെൻറ്റ് കലണ്ടർ. സോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് കഴുകി ഇവിടെ വന്നിരുന്നു. ബാക്കി കഥ പറയണ്ടേ നമുക്ക്. അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയേ? ഐ തിങ്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത് 20th സെഞ്ച്വറിയിലാണ് പുതിയ മോഡേൺ ആയിട്ടുള്ള അഡ്വെൻറ്റ് കലണ്ടേഴ്സ് വന്നിറങ്ങിയത്. സോ ഇറ്റ്സ് അഡ്വെൻറ്റ് കലണ്ടർ ആക്ച്വലി ലൈക്ക് എ കൗണ്ട് ഡൗൺ ടു ക്രിസ്മസ്, അത്രേ ഉള്ളൂ. ലൈക്ക് കാര്യം സിമ്പിളാണ്. ലൈക്ക് ഓരോ ഡേയ്സും കഴിയുമ്പോൾ ഇത്ര ഡേയ്സും കൂടെ ഉള്ളൂ ക്രിസ്മസിന്, ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതും ലൈക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി അഡ്വെൻറ്റ് കലണ്ടർ ഉള്ളത്. ഇപ്പം ആക്ച്വലി പിള്ളേർക്ക് തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. ഇവിടെ കൂടുതലും ഗിഫ്റ്റ്സും ലൈക്ക് സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ പിള്ളേർക്ക് ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിഷ്ടംപടി ഗിഫ്റ്റ്സ് കിട്ടും, ആ അതും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ്സ് കിട്ടും, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഒരു ടൈം എന്ന് പറയുന്നതായിരിക്കും ക്രിസ്മസ് എന്ന് പറയുന്ന സമയം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിള്ളേർക്ക് വേണ്ടി തന്നെ സ്പെഷ്യലി ആയിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ട്. ടോയ്സിൻ്റെ ഉണ്ട്, അങ്ങനെ അല്ലാത്ത ഓരോ കാര്യങ്ങളുടെ വരെ അഡ്വെൻറ്റ് കലണ്ടർ ഉണ്ട്. ഞാൻ ശരിക്കും ഈ പ്രാവശ്യം ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഞാൻ ഇവിടെ അഡ്വെൻറ്റ് കലണ്ടർ കണ്ടു. അവരുടെ ട്രീറ്റ്സിന് വേണ്ടിയുള്ള അഡ്വെൻറ്റ് കലണ്ടർ. ഇറ്റ് വാസ് ലൈക്ക് സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക്ഡ് ബിക്കോസ് പട്ടിക്കും പൂച്ചയ്ക്കും വരെയുള്ള അഡ്വെൻറ്റ് കലണ്ടർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഞാൻ അത്രയും കണ്ടിട്ടില്ല. മേ ബി ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാത്തൊന്നും കൊണ്ടായിരിക്കാം. ഐ വാസ് ലൈക്ക് സർപ്രൈസ്. ഞാൻ വിചാരിച്ചത് ലൈക്ക് അമേരിക്കൻ ഒറിജിൻ വല്ലതും ആയിരിക്കും. കാരണം ഹാലോവീൻസും കാര്യങ്ങളൊക്കെ അമേരിക്കൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഐ റിയലി തോട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് അമേരിക്കൻ ഒറിജിൻ, ബട്ട് ജർമ്മൻ ഒറിജിൻ അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. സോ ഓഫ് കോഴ്സ് ഗൂഗിൾ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടി. ബട്ട് എന്നാലും
സോ ആൻഡ് ദർ ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്വെൻറ്റ് കലണ്ടർ ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ റീത്താണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ റീത്ത് വെക്കണ എന്തിനൊക്കെയാണ്. ബട്ട് ഇവിടെ ക്രിസ്മസ് ആയാലും ക്രിസ്മസ് റീത്തുണ്ട്. ഇവിടെ ക്രിസ്മസ് ആയാലും ക്രിസ്മസ് റീത്തും ഉണ്ട്, അഡ്വെൻസ് റീത്തും ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 candles ആയിരിക്കും. ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം, ഞാൻ അവിടെ നോക്കിയിട്ട് കാണിക്കാൻ എനിക്ക് കണ്ടില്ല. അപ്പോൾ അതാണ്, അതിൽ 4 candles ഇങ്ങനെ റൗണ്ടിലും നടുക്കൊരു 5th candle ഉണ്ടാവും. അപ്പം ഈ ഡിസംബറിൻ്റെ ഓരോ വീക്കിൻ്റെ ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ ക്യാൻഡിൽ കത്തിക്കും, സെക്കൻഡ് വീക്കിൽ രണ്ടാമത്തെ ക്യാൻഡിൽ കത്തിക്കും. അങ്ങനെ 4 ക്യാൻഡിലും കത്തിച്ച് ഡിസംബർ 25th അന്ന് നടുക്കത്തെ മെയിൻ ആയിട്ടുള്ള ക്യാൻഡിൽ കത്തിക്കും. അങ്ങനെ അപ്പം എന്തായാലും ഞാൻ എൻ്റെ അഡ്വെൻറ്റ് കലണ്ടർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി അഡ്വെൻറ്റ് കലണ്ടർ തുടങ്ങുന്ന ഡിസംബർ 1 തൊട്ട് ഡിസംബർ 24 വരെയാണ്. 25 ഇല്ല, 24 വരെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഡിസംബർ 1 നമ്മൾ ഒരു വിൻഡോ തുറക്കും. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം കിട്ടും. അതാണ് മെയിനായിട്ട്. എന്നിട്ട് അങ്ങനെ എല്ലാ ദിവസവും കിട്ടും. അപ്പം എല്ലാ ദിവസവും നമുക്ക് അന്നേരം ഒരു ആദ്യത്തെ ദിവസം തന്നെ ഒരു അടിപൊളി സാധനമായിരിക്കും ചിലപ്പോൾ കിട്ടണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയും തുറക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ അടുത്തത് തുറക്കും. അങ്ങനെയാണ് 24 വരെ നമ്മൾ ഓരോ വിൻഡോസ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഗിഫ്റ്റ്സ് കിട്ടും. അതാണ് മെയിനായിട്ട് അഡ്വെൻറ്റ് കലണ്ടറിലുള്ളത്. സോ ലാസ്റ്റ് ടൈം ഞാൻ 2-3 പ്രാവശ്യം വന്ന് ലാസ്റ്റ് ടൈം എനിക്ക് കിട്ടിയത് ഒരു ചോക്ലേറ്റിൻ്റെ മിൽക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചോക്ലേറ്റിൻ്റെ അഡ്വെൻറ്റ് കലണ്ടറാണ് ലാസ്റ്റ് ടൈം എനിക്ക് കിട്ടിയത്. അതെനിക്കൊരു ഗിഫ്റ്റായിരുന്നു. ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടി തന്നെ മേടിച്ചൊരു ഗിഫ്റ്റ് പോലെ, ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ ആണ് ഞാൻ ഈ പ്രാവശ്യത്തെ അഡ്വെൻറ്റ് കലണ്ടർ മേടിച്ചേക്കുന്നത്. സോ ഈ പ്രാവശ്യത്തെ അഡ്വെൻറ്റ് കലണ്ടർ ഞാൻ മേടിച്ചിരിക്കുന്നത് സ്കിൻ കെയറിൻ്റെ ആണ്. എനിക്ക് മേക്കപ്പിൻ്റെ മേടിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് അത് മേ ബി എനിക്ക് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അതിനകത്ത് കിട്ടുന്ന ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഒന്നും മേ ബി നമ്മുടെ കളറിന് സൂട്ട് ആവത്തില്ല. എന്നാലും നമുക്ക് മാച്ച് ചെയ്ത് വേറെ ഇത് വെച്ച് മാച്ച് ചെയ്ത് സെറ്റാക്കാം. ബട്ട് എന്നാലും ഐ തോട്ട് ഇറ്റ് വുഡ് ബി നൈസ്. സോ സ്കിൻ കെയർ ആകുമ്പോൾ വലിയ സീനില്ല, നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. സോ ബലയ എന്ന് പറയണ ഒരു DM-ൻ്റെ ബ്രാൻഡുണ്ട്. സോ അതിൻ്റെ ഒരു സ്കിൻ കെയർ അഡ്വെൻറ്റ് കലണ്ടറും ഉണ്ട്. ഇറ്റ്സ് ബിഗിനിങ് ടു ലുക്ക് എ ലോട്ട് ലൈക്ക് ക്രിസ്മസ് അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു അഡ്വെൻറ്റ് കലണ്ടറാണ്. സോ this is that advent calendar that I got. ഇതാണ്. ഇതിന് ഇത്രയും വലിപ്പമുണ്ട്, ഇത്രയും വലിപ്പമുണ്ട്. ഇതിനകത്ത് 24 items ആണ് വരുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് അപ്പം അങ്ങനെ നമുക്ക് കാണാം ഇന്ന ഐറ്റംസ് ആണ് നമുക്ക് കിട്ടണേന്ന് കാണാൻ പറ്റും. ചിലതിൻ്റെ ബാക്കിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ വെർത്തായിട്ട് എനിക്ക് തോന്നി, ഞാൻ മുടക്കിയ പൈസയ്ക്ക് വെർത്തായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ എന്താ പറയുക, ചിലത് ഒറിജിനൽ പ്രോഡക്റ്റ് സൈസ് ആയിരിക്കും, ചിലത് ട്രാവൽ സൈസ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും കിട്ടണേ. അപ്പോൾ എനിക്കിതിനകത്ത് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളാണ്. ബട്ട് നമുക്ക് ഏത് ദിവസമാണ് ഇന്നത് കിട്ടണേ എന്ന് നമുക്കറിയത്തില്ല. ബട്ട് ഇത്രയും പ്രോഡക്റ്റ്സാണ് ഇതിനകത്തുള്ളത്. സോ ഇറ്റ്സ് ഞാൻ വന്ന വഴിയല്ല ഇതിങ്ങനെ കുലുക്കി ഈ ഒച്ച ഇങ്ങനെ കേൾക്കുമായിരുന്നു. സോ ഐ റിയലി ലവ്ഡ് ദാറ്റ് പിക്ചർ. ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന പിക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് റിയലി ബിഗ്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ നമ്പേഴ്സ് കൊടുത്തേക്കണേ, കണ്ടോ? ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്ത് ഡിസംബർ 1 ഞാൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ അന്നേരം എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ then stay tuned and bye.